കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നമസ്കാരം. വെട്ടം ടെലിവിഷൻ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ സ്ഥാനാർത്ഥി സിയാദ് കൂടിയത്തിന് വോട്ട് അഭ്യർത്ഥിച്ച് ദേശീയ ഭാരവാഹികൾ തിരൂരിലെത്തി. കേരളത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ മത്സരിക്കുന്ന ഏക നിയോജക മണ്ഡലമാണ് തിരൂർ. തിരൂരിലൊഴികെയുള്ള മണ്ഡലങ്ങളിൽ UDFന് പിന്തുണ നൽകുമെന്ന് ദേശീയ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ ദേശീയ പ്രസിഡന്റ് ഷെയ്ഖ് നൂറുൽ അമീൻ, ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിങ്കപ്പ ദേവേരവർ, ദേശീയ ജനറൽ സെക്രട്ടറി മനോജ് ടി സാരംഗ്, തെലങ്കാന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപാൽ പതങ്കെ, തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി ദൂരൈ കണ്ണൻ എന്നിവരാണ് തിരൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി സിയാദ് കൂടിയത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തിരൂരിലെത്തിയത്. എല്ലാവർക്കും ഐക്യം, സാമ്പത്തിക നീതി, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം തുടങ്ങിയവയാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശങ്ങളെന്ന് ദേശീയ ഭാരവാഹികൾ തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. Our candidate is contesting Thrissur constituency. Our local issues, he will address the local issues. And we want BJP government to interfere to stop this war, Iran and America war. These are the things we are focusing in the national level. And we are having only one candidate here in Thrissur, in Kerala state, Mr. Siad. And he will speak about local issues, on which issues he is going to fight. I have noticed here there are lot of things which, especially roads. Here in this constituency, roads are very small, and in infrastructure development, we need infrastructure development more in this constituency. If he wins, he will concentrate on that. മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ തിരൂരിന്റെ വികസനത്തിനായി ഒന്നും ചെയ്തില്ലെന്ന് സ്ഥാനാർത്ഥി സിയാദ് കൂടിയത്ത് പറഞ്ഞു. വ്യക്തമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇവിടുത്തെ ലോക്കൽ ഇഷ്യൂസ് ശരിക്കും പഠിച്ച് അത് എങ്ങനെ നടപ്പിലാക്കണമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുള്ളത്. ഔദ്യോഗികമായി നാളെ അത് പുറത്ത് ഈ പ്രകടന പത്രിക. ഇവിടെ ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ട് അല്ല ഞാൻ സ്ഥാനാർത്ഥിയിലേക്ക് വന്നിട്ടുള്ളത്. ഈ സമകാലീന ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്താണ് ഇവിടെ വേണ്ടത്? ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാതെ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാനാർത്ഥി. ശരിക്ക് ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് തിരൂർ പോലത്തെ ഒരു മണ്ഡലത്തിൽ, എസ്പെഷ്യലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടേഴ്സുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ശരിക്കും തിരൂർ. അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടും തന്നെ പറയാം, ശരിക്കും നടക്കുന്ന മത്സരം 2 MLA തമ്മിലാണ്. എനിക്ക് തോന്നുന്നത് ഈ 140 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ പോലും ഇങ്ങനെ MLA തമ്മിൽ ഏറ്റുമുട്ടുന്നില്ലതാണ്. എന്താണ് അങ്ങനെ ഒരു കാരണമെന്ന് ശരിക്ക് അതൊരു തിരക്കും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ഇവിടെ സിറ്റിംഗ് MLA ആയിട്ട് ഇപ്പോൾ IUML MLA ഉണ്ട്, അതുപോലെ വേറെ ഒന്നുള്ള മിനിസ്റ്ററാണ്. തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ 2 പേരും MLA മാരാണല്ലോ. അതുപോലെ അതിന് കൂടുതൽ അങ്ങനെ രാഷ്ട്രീയപരമായി വിശദീകരിക്കുന്നില്ല. വെട്ടം ന്യൂസ് തിരൂർ. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.